ഗേൾട്ടന്റെ ആദ്യത്തെ ഒരു ക്ലാസ് ആണ് റിക്കവറി ആൻഡ് വിഞ്ചിങ് എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ട്. അപ്പം ബേസിക് ആയിട്ട് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആവേ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിളിൽ നിന്ന് കയറി വരാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ വണ്ടീനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന പരിപാടിക്കാണ് നമ്മൾ റിക്കവറി എന്ന് പറയാം. ബേസിക് ആയിട്ട് അത് രണ്ട് കാരണങ്ങളാവാം. ഒന്ന്, വണ്ടി ഒന്നുകിൽ അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കാവാം, അതായത് ആക്സിൽ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ജോയിന്റ് പോയിട്ടോ അങ്ങനെ ആവാം. അല്ലെങ്കിൽ ആ വണ്ടി വേറെ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷെ ആ വണ്ടിക്ക് അവിടുന്ന് സ്വമേധയാ സ്വന്തം വണ്ടിയുടെ കേപ്പബിലിറ്റി വെച്ചിട്ട് കയറി പോരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇപ്പോൾ 4 വീലിനും ട്രാക്ഷൻ ഇല്ല, ഒരു നല്ല ചളി കിടക്കണം, അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിലും ആ വണ്ടിക്ക് സ്വന്തം കയറി വരാൻ കഴിയില്ല. അപ്പോൾ അഡീഷണൽ കുറേ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ വേറൊരു വണ്ടിയുടെ സഹായത്തോടു കൂടി നമ്മളൊരു വണ്ടീനെ ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു ഒബ്സ്റ്റക്കിളിൽ നിന്ന് കയറ്റി കൊണ്ടുവരുന്ന പ്രോസസ്സിനാണ് നമ്മൾ റിക്കവറി എന്ന് പറയാം. അപ്പോൾ ആ റിക്കവറിയിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളെ കുറിച്ച് ഒന്ന് പറയാം. മെയിനായിട്ട് നമ്മൾ റിക്കവറിക്ക് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് വിഞ്ചുകളാണ്. വിഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, പല ടൈപ്പുകളുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ വിഞ്ചിന്റെ പാർട്ടായിട്ട് നമ്മൾ സ്ട്രാപ്പുകൾ യൂസ് ചെയ്യും. ടോ സ്ട്രാപ്പ് അല്ലെങ്കിൽ റോപ്പ് എന്നും പറയും, അല്ലെങ്കിൽ സ്ലിങ് എന്ന് പറയും. ഇത് 3 പറഞ്ഞാലും ഒരേ സാധനം തന്നെയാണ്. നമ്മൾ റിക്കവറിക്ക് കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ സ്ട്രാപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ടോ സ്ട്രാപ്പ് എന്ന് പറയും. ഇതാണ് സാധനം, ടോ സ്ട്രാപ്പ്. സ്ലിങ് എന്ന് പറയും. സ്ലിങ് എന്ന് പറഞ്ഞ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടായിക്കോളണമെന്നില്ല. നമ്മൾ റോപ്പ് എന്നുള്ളതും പിന്നെ ടോ സ്ട്രാപ്പ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സ്ലിങ് എന്ന് പറഞ്ഞാലും ടോ സ്ട്രാപ്പ് തന്നെയാണ് സംഭവം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാക്കിൾസ്. ഈ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഈ സ്ട്രാപ്പുകളെ വണ്ടിയുമായിട്ടോ വിഞ്ചുമായിട്ടോ അല്ലെങ്കിൽ ആങ്കറിങ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഷാക്കിൾസ്. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. മെയിനായിട്ടുള്ള സാധനങ്ങളെന്ന് പറയാം. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫാം ജാക്ക്, അതിൻ്റെ യൂസും കാര്യങ്ങളും ഒക്കെ വഴിയെ പറയാം. പിന്നെ ഉള്ളതാണ് സ്നാച്ച് ബ്ലോക്ക്. സ്നാച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. സ്നാച്ച് ബ്ലോക്ക് കൊണ്ടും 2-3-4 ഉപയോഗങ്ങളുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള കുറേ ഉപയോഗമുള്ള സാധനമാണ് സ്നാച്ച് ബ്ലോക്ക്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ട്രാക്ഷൻ ബോർഡ്. ട്രാക്ഷൻ ബോർഡും ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് ട്രാക്ഷൻ ഇല്ലാത്ത രീതിയിൽ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ട്രാക്ഷൻ്റെ മുകളിലുള്ള സാധനം. അതിന് തന്നെ വേറെ പേര് പറയും, നമ്മളെ സാൻഡ് ലാഡർ എന്ന് പറയും, ലാഡർ എന്നൊക്കെ പറയും. ഈ സാധനങ്ങളെല്ലാം ബേസിക്കലി ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ട്രാക്ഷൻ ബോർഡ്. പിന്നെ നമ്മൾ വിഞ്ചിങ്ങിൻ്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ട്രീ ടങ്ക് പ്രൊട്ടക്ടർ, അതായത് നമ്മൾ മരത്തിൻ്റെ താഴെ ഇട്ടിട്ട് പിടിക്കുന്ന സമയത്ത് മരത്തിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഇതുപോലത്തെയുള്ള ഒരു ബെൽറ്റ് ഇട്ടിട്ട് പിടിക്കും. പിന്നെ ട്രീ ടങ്ക് പ്രൊട്ടക്ടർ എന്നാണ് പറയുക. ട്രീ ട്രങ്ക് പ്രൊട്ടക്ടർ, മരത്തിൻ്റെ അടിഭാഗം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രാപ്പ്, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ട്രീ ടങ്ക് പ്രൊട്ടക്ടർ ഉണ്ടാവും, യൂസ് ചെയ്യും നമ്മൾ. വിഞ്ചിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നൈലോൺ റോപ്പ്, സിന്തറ്റിക് റോപ്പ്, പിന്നെ മെറ്റൽ റോപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ടെൻഷൻ, ഈ വിഞ്ചിൽ ലോഡ് കൊടുത്തില്ല, റോപ്പിൽ ലോഡ് വരുന്ന സമയത്ത് അതിൻ്റെ ഇൻ കേസ് അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ അത് നേരെ വന്നിട്ട് ആ വലിക്കുന്ന സമയത്ത് അത്രയും എനർജി അതിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇതിവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇത് നേരെ വന്നിട്ട് ആ വിഞ്ച് ലൈനിൽ വന്നിട്ട് നേരെ അടിക്കും. അപ്പം അങ്ങനെ അടിക്കുമ്പോൾ ഉള്ള ഡാമേജുകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും വിഞ്ച് ചെയ്യുന്ന സമയത്ത് ആ റോപ്പിൻ്റെ മുകളിലൊരു സാധനം, അങ്ങനെ ഒരു വെയിറ്റ് ഉള്ളൊരു സാധനം താഴോട്ട് തൂക്കിയിടും. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് വിഞ്ചാണ്. വിഞ്ചുകൾ നിങ്ങൾക്കറിയാം, വിഞ്ച് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് വിഞ്ചുകളുണ്ട്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇലക്ട്രിക് വിഞ്ച്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബാറ്ററിയുടെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന വിഞ്ചുകളെ നമ്മൾ കോമൺ ആയിട്ട് ഇലക്ട്രിക് വിഞ്ച് എന്ന് പറയും. ആ വിഞ്ചിൽ തന്നെ മെയിനായിട്ട് നമ്മൾ ഓഫ് റോഡ് റീകവറി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് വിഞ്ചുകളുണ്ട്. ഒന്ന് കോമ്പറ്റീഷൻ വിഞ്ചും പിന്നെ ഒന്ന് റിക്കവറി വിഞ്ചും. റിക്കവറി വിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളെ കോമൺ വണ്ടിയിലെല്ലാം യൂസ് ചെയ്യുന്ന സിംഗിൾ മോട്ടർ ആയിരിക്കും. ആ മോട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ആ വിഞ്ചിൻ്റെ കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും. അതായത് 6000 LBS, 12000 LBS, 8000 LBS എന്നൊക്കെ പറഞ്ഞ് ഓരോ കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെ അതിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് വിഞ്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞ കോമ്പറ്റീഷൻ വിഞ്ചുകൾ. കോമ്പറ്റീഷൻ വിഞ്ചുകളിൽ വീണ്ടും ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് വിഞ്ചുകളുണ്ട്. അതായത് ഡബിൾ മോട്ടർ ഉണ്ട്, ട്രിപ്പിൾ മോട്ടർ ഉണ്ട്. കോമ്പറ്റീഷൻ വിഞ്ചുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ റിക്കവറി വിഞ്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്പീഡായിരുന്നു. അതായത് പെട്ടെന്ന് അവിടെ ടൈമിനാണ് മത്സരമാണ്. കോമ്പറ്റീഷനിൽ യൂസ് ചെയ്യുന്ന വിഞ്ചാണ്, അവിടെ ടൈമിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒരു വണ്ടി സ്റ്റക്കായി കഴിഞ്ഞാൽ അവിടുന്ന് എത്രയും പെട്ടെന്ന് മിനിമം ടൈമിൽ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം വിഞ്ചുകളുടെ ഇമ്പോർട്ടൻസ് പറയുന്നത് അതിൻ്റെ ടൈമിലായിരിക്കും. അത് ഇത്ര മിനിറ്റിൽ ഇത്ര മീറ്റർ, അത് ഇത്ര ലോഡ് വെച്ചിട്ട് ചുറ്റാനുള്ള കപ്പാസിറ്റി എന്നുള്ള രീതിയിലാണ് വിഞ്ചുകൾ പറയാം.
അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ പവർ ഉള്ള വിഞ്ചിൻ്റെ പവർ കൂട്ടി സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ മോട്ടറുള്ള വിഞ്ചുകളുണ്ട്, ട്രിപ്പിൾ മോട്ടറുള്ള വിഞ്ചുകളുണ്ട്. നമ്മൾ RFC കോമ്പറ്റീഷൻ വണ്ടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് മോട്ടറുകളുടെ എണ്ണം കൂട്ടിയിട്ടും സ്പീഡ് കൂട്ടിയിട്ടുമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോർമൽ റിക്കവറി വിഞ്ച് ഉണ്ട്, കോമ്പറ്റീഷൻ വിഞ്ച് ഉണ്ട്. കോമ്പറ്റീഷൻ വിഞ്ചിൽ തന്നെ ഡബിൾ മോട്ടർ ഉണ്ട്, ട്രിപ്പിൾ മോട്ടർ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിനെ 24 വോൾട്ടിൽ കൺവേർട്ട് ചെയ്യും. 24 വോൾട്ട് ആകുമ്പോഴത്തേക്ക് വീണ്ടും വിഞ്ചിൻ്റെ സ്പീഡ് കൂടും, പെട്ടെന്ന് റിക്കവറി നടക്കും. അപ്പോൾ ഇത്രയും പവർ കൂടുന്നതിനനുസരിച്ച്, വിഞ്ചിൻ്റെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇടുന്ന ഷാക്കിളുകൾ, സ്ട്രാപ്പുകൾ, പിന്നെ റോപ്പുകൾ, ഇതെല്ലാം അതിനനുസരിച്ച് കറസ്പോണ്ടിങ്ങിൽ കൂട്ടേണ്ടി വരും. അപ്പോൾ വിഞ്ചുകളെ മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വിഞ്ചുകളെ നമുക്ക് ഇങ്ങനെ മെയിനായിട്ട് ഒരു ബേസിക് ലെവലിൽ ഇങ്ങനെ തരംതിരിക്കാം. അപ്പോൾ ഇലക്ട്രിക് വിഞ്ചുകൾ മെയിനായിട്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിക്കവറി വിഞ്ചസും പിന്നെ കോമ്പറ്റീഷൻ വിഞ്ചും. കോമ്പറ്റീഷൻ വിഞ്ചിൽ ഈ പറഞ്ഞ പോലെ ഉണ്ട്. ആ വിഞ്ചിൽ ഉപയോഗിക്കുന്ന വിഞ്ചിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് പറയുകയാണെങ്കിൽ വിഞ്ചിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുക മെറ്റൽ റോപ്പുകൾ ഉപയോഗിക്കും. മെറ്റൽ റോപ്പുകളൊക്കെ നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിരിക്കും. മെറ്റൽ റോപ്പിൽ തന്നെ MS റോപ്പ് ഉണ്ടാവും, SS റോപ്പ് ഉണ്ടാവും. അതിൽ ഡയ ആണ് പറയുക റോപ്പിൻ്റെ, ഇത്ര mm റോപ്പ്, 8 mm, 10 mm എന്നുള്ള രീതിയിൽ. പിന്നെ സിന്തറ്റിക് റോപ്പുകളുണ്ട്. സിന്തറ്റിക് റോപ്പ് 2-3 മെറ്റീരിയലിൽ വരുന്നുണ്ട്. നൈലോൺ വെച്ചിട്ടുള്ള സിന്തറ്റിക് റോപ്പ് ഉണ്ട്. പിന്നെ പോളിയെസ്റ്റർ എന്ന് പറയുന്ന മെറ്റീരിയലിൽ വരുന്ന റോപ്പുകളുണ്ട്, സിന്തറ്റിക് റോപ്പ് ഉണ്ട്. പിന്നെ പോളിപ്രൊപ്പലീൻ ഫൈബർ എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടുള്ള റോപ്പുകളും ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് നൈലോൺ റോപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നൈലോൺ റോപ്പുകളും പിന്നെ മെറ്റൽ റോപ്പുകളും യൂസ് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര വെയിറ്റ് കുറവായിരിക്കും കമ്പയർ ടു മെറ്റൽ റോപ്പുകൾ. പിന്നെ നല്ല ഫ്ലെക്സിബിളാണ് സാധനം, പെട്ടെന്ന് ചുറ്റാനും പെട്ടെന്ന് വിഞ്ച് ചെയ്യാനും പിന്നെ പെട്ടെന്ന് അൺവൈൻഡ് ചെയ്യാനും ഒക്കെ സുഖമാണ്, നല്ല സ്ട്രെങ്ത് ആണ്. പിന്നെ ഇതിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പാറ പോലെയുള്ള സാധനങ്ങളിൽ, ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇത് ഡാമേജസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് ഈ സിന്തറ്റിക് റോപ്പുകൾക്ക്. അപ്പോൾ വിഞ്ച് പറഞ്ഞ കൂട്ടത്തിൽ അതും കൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മെറ്റൽ റോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളെല്ലാം റെഗുലറായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റോപ്പുകളാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഡെപ്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ റോപ്പ് എങ്ങനെ ചുറ്റുന്നു, അതിനകത്ത് ഇടുന്ന ടിമ്പിൾസ്, ക്ലിപ്പ് അതെങ്ങനെ ഇടുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രിക് വിഞ്ചുകൾ നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് അറിയുന്ന സാധനമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോളിക് വിഞ്ചുകളുണ്ട്. ഹൈഡ്രോളിക് വിഞ്ചുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെ റോട്ടിൽ കൂടെ ഓടുന്ന ക്രെയിൻ ഉണ്ടല്ലോ, ബൂം ക്രെയിൻ എന്നാണ് അതിന് പറയാം. അതായത് അതിൻ്റെ ബൂം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ മരമെടുക്കാൻ ഇതിനൊക്കെ അതിൻ്റെ ആ ബൂമിൻ്റെ അവിടെ ഏകദേശം മിഡിലായിട്ട് ഒരു വിഞ്ച് ഉണ്ടാവും. അത് ഹൈഡ്രോളിക് വിഞ്ചാണ്. അത് ഇതേപോലെ ഹൈഡ്രോളിക് പമ്പ് വെച്ചിട്ട് ഓയിൽ പമ്പ് ചെയ്തിട്ട് ആ ഓയിലിൻ്റെ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന വിഞ്ചുകളാണ്. ഫ്ലാറ്റ് ബെഡിൽ ഹൈഡ്രോളിക് വിഞ്ചുകളുണ്ട്. ഫ്ലാറ്റ് ബെഡുകളിലും ഈ വണ്ടി വലിച്ചേറ്റാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് വിഞ്ചുകളുണ്ട്. അത് ഓയിലിൻ്റെ സഹായത്തോട് വേണം വർക്ക് ചെയ്യുന്നത്. മീൻസ് ഒരു ഹൈഡ്രോളിക് മോട്ടർ ഉണ്ടാവും, നമ്മൾ പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. അത് ഹൈഡ്രോളിക് വിഞ്ചുകൾ. അത് നിങ്ങൾ കോമൺ ആയിട്ട് കാണാൻ സാധ്യതയുള്ളത് നമ്മുടെ ഈ മറ്റേ ബൂം ക്രെയിനിൻ്റെ മുകളിൽ ഉണ്ടാവണ ആ വിഞ്ച്, ആ വിഞ്ച് ഹൈഡ്രോളിക് വിഞ്ചാണ്. പിന്നെ PTO വിഞ്ചുകൾ. PTO വിഞ്ചുകൾ എന്ന് പറഞ്ഞാൽ പവർ ടേക്ക് ഔട്ട് എന്നാണ് PTO എന്ന് പറയുന്നത്. പവർ ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് തന്നെ പവർ എടുത്തിട്ട് ഗിയർ ബോക്സിൻ്റെ സഹായത്തോടെ പവർ എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന വിഞ്ചുകളാണ്. അതിന് മെയിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു PTO യൂണിറ്റ് ഉണ്ടാവും. അതായത് ഓരോ ടൈപ്പ് ഗിയർ ബോക്സിൻ്റെയും പുറകിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന PTO യൂണിറ്റ് ഉണ്ട്. ആ PTO യൂണിറ്റും സെയിനു കൊണ്ടുവരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഫിസിക്കലി കാണാം, അതിൻ്റെ പ്രവർത്തനം. ടിപ്പറിൽ വരുന്ന സാധനം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഗിയർ ബോക്സിൽ നിന്ന് നമ്മൾ ഒരു ഔട്ട് പുറത്തേക്ക് എടുക്കണം, ഒരു റൊട്ടേഷൻ നമുക്ക് വേണം. ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ വിഞ്ചിൻ്റെ സ്പൂളിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്താൽ കറക്കാം. ആ കറക്കി കഴിഞ്ഞാൽ നമുക്കതിൽ കേബിൾ ഇട്ട് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്കതിന് വിഞ്ചാക്കി മാറ്റാം. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് വെറുതെ ഒരു റൊട്ടേഷൻ നമുക്ക് ഗിയർ ബോക്സിനുള്ളിൽ നിന്ന് ഒരു ഔട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മളെ T90 ട്രാൻസ്ഫർ കേസാണ് നമ്മളെ വണ്ടികളിലെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ KAM T90യുടെ കൂടെ ആണെങ്കിലും T18 ട്രാൻസ്ഫർ കേസ്, ആ ട്രാൻസ്ഫർ കേസിൻ്റെ പുറകിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന PTOകളുണ്ട്. അതായത് പഴയകാല വില്ലീസുകളിലൊക്കെ ഇത് പണ്ട് കോമൺ ആയിട്ട് വന്നിരുന്നു. ഇപ്പോൾ ഇത് രണ്ടാമത് വീണ്ടും വരൽ തുടങ്ങിയിട്ടുണ്ട്. അത് ഡബിൾ PTO ഉണ്ട്, സിംഗിൾ PTO ഉണ്ട്. പണ്ട് പഴയ വില്ലീസിലൊക്കെ കോയിനിക്ക് 100 എന്നൊക്കെ പറയുന്ന വിഞ്ചുകളുണ്ടായിരുന്നു. അത് ഫ്രണ്ടിലും വെക്കാൻ പറ്റും, പുറകിലും വെക്കാൻ പറ്റും. ഈ PTO വിഞ്ചുകളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല. അതായത് കുറേ സമയം വിഞ്ച് ചെയ്ത് ബാറ്ററി ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ബാറ്ററി ചാർജ് ആവാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. വെള്ളത്തിൽ കൂടി പോകുമ്പോൾ വെള്ളം തട്ടിയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ പ്രോബ്ലംസിന്, റിലേ പ്രശ്നങ്ങൾ,
ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും PTO വിഞ്ചുകളാവുമ്പോൾ ഇല്ല. ഇതാണ് നമ്മളെ PTO യൂണിറ്റ്. ഇതിപ്പോ PTO യൂണിറ്റ് ന്യൂട്രലാണ്. അതായത് ഇങ്ങനെയാണ് ഈ സാധനം നിൽക്കുക, ഈ പൊസിഷനിലാണ് നിൽക്കുക. ഇപ്പൊ ഇത് കറങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കണക്ഷനും ഇല്ല. ഈ ഗിയർ എൻഗേജ് ചെയ്യുന്നതോട് കൂടി ഈ സാധനം ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കയറി മില്ലിംഗ് ആണ്. ഈ മില്ലിങ് ഇതിലോട്ട് കയറി രണ്ടും ഒറ്റ യൂണിറ്റ് ആയിട്ട് കറങ്ങും. ഇത് കറങ്ങുന്ന സമയത്ത് ഈ മെയിൻ ഗിയർ ബോക്സിന്റെ ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് ഈ PTOന്റെ ഇവിടെ കണക്ഷൻ വരും. ഇവിടുന്ന് പിന്നെ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വെച്ചിട്ട് നമുക്ക് വാട്ടർ പമ്പോ ജനറേറ്ററോ PTO വിഞ്ച് എന്ത് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. ഇതാണ് ആ യൂണിറ്റ്. ഫുൾ മെക്കാനിക്കൽ സിസ്റ്റം ആണ്. നമ്മൾ ട്രാൻസ്ഫർ കേസിന്റെ പുറകിൽ അഡീഷണൽ ഒരു PTO മൊഡ്യൂള് ഇൻസ്റ്റാൾ ചെയ്യും. നമ്മുടെ ട്രാൻസ്ഫർ കേസിനകത്തുള്ള കണക്ടിംഗ് ഗിയർ മാറ്റിയിട്ട് വേറൊരു കണക്ടിംഗ് ഗിയർ വരിക. അതായത് ഈ PTOയിലേക്കും കൂടി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ പോർഷനുള്ള ഒരു കണക്ടിംഗ് ഗിയർ വരും. നമ്മളെ നോർമൽ കണക്ടിംഗ് ഗിയർ മാറ്റിയിട്ട് ഈ കണക്ടിംഗ് ഗിയർ ഇടുക, ഈ PTO യൂണിറ്റ് ബാക്കിൽ വെക്കുക. നമ്മളെ ഗിയർ ബോക്സിന്റെ മെയിൻ ലിവറിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ചെറിയ ലിവറും കൂടി എക്സ്ട്രാ വരും. അപ്പോൾ ഇനി നമ്മൾ വിഞ്ചുകളെ കുറിച്ച് ഇപ്പോൾ മെയിനായിട്ട് ഒരു ബേസിക് സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇനി സ്ട്രാപ്പുകളെ കുറിച്ച് പറയാം. സ്ട്രാപ്പുകൾ നമുക്കെല്ലാം സ്ട്രാപ്പാണ് അല്ലേ? അപ്പോൾ സ്ട്രാപ്പുകൾ ശരിക്കും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക് റോപ്പും കൈനറ്റിക് റോപ്പും. സ്റ്റാറ്റിക് റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ലോഡ് വന്നു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. കൈനറ്റിക് റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ആദ്യം നമ്മൾ സ്റ്റാറ്റിക് റോപ്പുകളെ കുറിച്ച് അറിയാം. സ്റ്റാറ്റിക് റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റോപ്പിന്റെ ഒരു ഉദാഹരണമാണ് ഈ റോപ്പ്. ഇത് വലിച്ചെന്ന് വിചാരിച്ച് നീളം കൂടുകയൊന്നുമില്ല, ഇത് ഇതുപോലെ തന്നെ നിൽക്കും. വലിച്ചാൽ അതേപോലെ തന്നെയുള്ള നിൽക്കുന്ന സാധനത്തിനാണ് നമ്മൾ സ്റ്റാറ്റിക് റോപ്പ് എന്ന് പറയാം. സ്റ്റാറ്റിക് റോപ്പുകൾ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റാറ്റിക് റോപ്പ്. അതിൽ സ്റ്റാറ്റിക് റോപ്പുകൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളറ് വെച്ചിട്ട് അതിനൊരു കളർ കോഡിങ് ഉണ്ട്. ആ കളർ കോഡിങ് വെച്ചിട്ടാണ് അതിന് എത്ര ടണ്ണേജ് വെയിറ്റ് എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. റോപ്പുകൾ നിങ്ങൾ പല കളറിലും കണ്ടിട്ടുണ്ടാവും. ആ ഓരോ കളറിനും ഓരോ മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ ഈ റോപ്പിലൊക്കെ ഉണ്ടാവുന്ന ഓരോ സ്റ്റിച്ചുകൾ ഉണ്ടാവും. ഇവിടെ ഈ സ്റ്റിച്ചുകൾ ഉണ്ടാവും. ആ സ്റ്റിച്ചുകൾക്കൊക്കെ ഓരോ മീനിങ് ഉണ്ട്. ഒരു സ്റ്റിച്ച് 1 ടണ്ണിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. കളർ കോഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ വയലറ്റ് കളറ് സ്ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി 1 ടൺ ആണ്. അടുത്തത് ഗ്രീൻ ആണെങ്കിൽ 2 ടണ്ണ്, യെല്ലോ ആണെങ്കിൽ 3 ടണ്ണ്, ഗ്രേ ആണെങ്കിൽ 4 ടണ്ണ്, റെഡ് ആണെങ്കിൽ 5 ടണ്ണ്, ബ്രൗൺ ആണെങ്കിൽ 6 ടണ്ണ്, ബ്ലൂ ആണെങ്കിൽ 8 ടണ്ണ്, ഓറഞ്ച് ആണെങ്കിൽ ഇതിപ്പോൾ ഓറഞ്ച് സ്ട്രാപ്പാണ് 10 അല്ലെങ്കിൽ അതിൻ്റെ മുകൾക്ക് 10 അല്ലെങ്കിൽ മിനിമം 10 അല്ലെങ്കിൽ അതിൻ്റെ മുകൾക്കുള്ള ടോ സ്ട്രാപ്പുകളെല്ലാം ഓറഞ്ച് കളറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു റോപ്പിന് മെയിനായിട്ട് അതിനൊരു ബോഡി ഉണ്ട്. ഇതിനൊരു ബോഡി എന്ന് പറയും, ഇതിൻ്റെ ലൂപ്പ് എന്നാ പറയാം. ലൂപ്പിലാണ് നമ്മൾ ഷാക്കിളിടുക. ഇതൊക്കെ അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന സ്ലീവുകളാണ്. ഇത് പ്രൊട്ടക്ഷന് വേണ്ടി ഇട്ടിരിക്കുന്ന സ്ലീവാണ്. ഇങ്ങനത്തെ റോപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ഷാക്കിളുകൾ യൂസ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതേപോലെ ഡാമേജ് വരും. ഈ ഷാക്കിളിന് ഇടുക, അല്ലെങ്കിൽ താഴെ ലീഫ് സെറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇടുക, അവിടെയൊക്കെ ഷാർപ്പ് എഡ്ജുകൾ ഉണ്ടാവും. തട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഡാമേജ് ആവും. അതുകൊണ്ടാണ് പ്രോപ്പർ ഷാക്കിളുകൾ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി സ്റ്റാറ്റിക് റോപ്പ് കഴിഞ്ഞു. ഇനി കൈനറ്റിക് റോപ്പ്. കൈനറ്റിക് റോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളത് ലോഡ് കൊടുത്ത് വലിക്കണ സമയത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യും, നീളം കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷോക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് ഒരു വണ്ടി കുടുങ്ങിയിരിക്കുകയാണ്. ആ വണ്ടീനെ നമ്മളെപ്പോഴും ഈ സ്റ്റാറ്റിക് റോപ്പ് വെച്ചാണ് വലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആദ്യം പ്രോപ്പറായിട്ട് രണ്ട് വണ്ടിയിലും ഷാക്കിൾ വെച്ചിട്ട് ടോവിങ് പോയിന്റ്സിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ സ്ട്രാപ്പ് ഒന്ന് വലിച്ചു പിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ലോഡ് കൊടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യലുണ്ട്, റിവേഴ്സ് എടുത്ത് വന്നിട്ട് ഈ സാധാരണ റോപ്പ് ഇട്ടിട്ട് ഒരൊറ്റ വലിക്കും. ആ വലിക്കുമ്പം കിട്ടാൻ പോണത് ഒരു സഡൻ ലോഡാണ്, ഒരു ഷോക്ക് ലോഡാണ് വണ്ടിക്ക് കിട്ടാൻ പോണത്. വണ്ടി എഞ്ചിനാണെങ്കിലും ഗിയർ ബോക്സ് ആണെങ്കിലും ഡിഫറൻഷ്യൽസ് ആണെങ്കിലും എല്ലാത്തിനും കിട്ടാൻ പോണത് ഒരു സഡൻ ലോഡാണ്. അത് നിങ്ങളെ വണ്ടീനെ ഡാമേജ് ചെയ്യിക്കും. അപ്പം ഈ ഷോക്ക് ലോഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്ന്. ഇത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മള് സോഫ്റ്റ് ഷാക്കിൾ അതിന്റെ എലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലത്. കാരണം ഇത് നമ്മളെ വെബിംഗ് സ്ലിംഗ് പോലെ നമ്മളെ ഈ എട്ടുകാലിന്റെ ചേർന്ന് വല ഉണ്ടല്ലോ, അതുപോലെ ചെറിയ
നാരായിട്ടാണ് സംഭവം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത് നമ്മള് നമുക്ക് ഏറ്റവും കൺവീനിയന്റ് യൂസ് ചെയ്യാൻ ഇതാണ് സിന്തറ്റിക് റോപ്പാണ്. പക്ഷെ ഇതിന്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ വലിക്കണ സമയത്ത് ഇതിന്റെ ഇടയിലൊക്കെ മണൽത്തരികളും മറ്റൊക്കെ കൊടുക്കും. പിന്നെ ഇതിങ്ങനെ വലിക്കണ സമയത്ത് ഓരോ സ്റ്റാൻഡായിട്ട് ഈ ഭാഗങ്ങൾക്ക് കാണാം അങ്ങനെ പൊട്ടി പോരും. ആ ഒരു സംഭവം നമ്മൾ നന്നായിട്ട് ക്യാരി ചെയ്യണം. അതായത് യൂസ് കഴിഞ്ഞാൽ കറക്റ്റ് ക്ലീൻ ആക്കി വെച്ചാൽ എപ്പോഴും കൺവീനിയന്റ് സിന്തറ്റിക് റോപ്പാണ്. അല്ലാതെ ക്ലീൻ ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളെ മെറ്റൽ റോപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിങ്ങനെ ഇലാസ്റ്റ് ചെയ്ത് വലിഞ്ഞു കഴിഞ്ഞാല് അത്രയും സമയം നമ്മൾ കൊടുത്ത ഫോഴ്സ് ഇതിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. പിന്നെ ഇതിന് സ്വന്തമായിട്ട് ഈ റോപ്പിന് തന്നെ അതിനെ വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ചുരുങ്ങാനുള്ള. ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു ഗ്രേറ്റ് പുള്ളിങ് ഫോഴ്സ് ആണ് നമ്മൾ വലിക്കണ വണ്ടിയിലുണ്ടാവുക. അത് അവിടെ നിന്ന് വലിച്ചിടുക ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് വണ്ടി റിക്കവർ ആവും. നമുക്ക് ഈ വണ്ടിയിൽ എത്ര റിവേഴ്സ് എടുത്തിട്ടും ഇതിന് എത്ര സ്ട്രൈറ്റിൽ ഓടിച്ചിട്ട് മൊമെന്റ് അച്ചീവ് ചെയ്തിട്ട് ഓടിച്ച് പറപ്പിച്ച് വലിച്ചാലും രണ്ടിനും ഈ സാധനം വരില്ല. ഇത് അടിപൊളിയായിട്ട് കയറി പോയി വണ്ടിക്ക് ഡാമേജ് ഉണ്ടാവില്ല, സുഖമായിട്ട് കയറി പോയി. സ്ഥലം വേണം. സ്ഥലമുള്ള ഇത് അത്യാവശ്യം എപ്പോഴും കൈനറ്റിക് റോപ്പുകൾ നല്ല ലെങ്ത്തിലാണ് വരുന്നത്, നല്ല ലെങ്ത് ഉണ്ടാവും. കാരണം ഇത് ഈ ഒരു പർപ്പസിന് ഈ സഡൻ ആയിട്ടുള്ള വലിക്കാണ് ഇത് യൂസ് ചെയ്യണം. അതുകൊണ്ട് ആ ഒരു വലിച്ചെടുക്കാനുള്ള ഒരു ഗ്യാപ്പിനുള്ള ലെങ്ത് ഇതിനുണ്ടാവും. അല്ലത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ സിന്തറ്റിക് റോപ്പിന്റെ വേറൊരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ മെറ്റൽ റോപ്പ് പൊട്ടി കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്രംപ് ചെയ്യണം, അല്ലെങ്കിൽ യു ക്ലാമ്പ് ഇടണം. അപ്പൊ അത് അവിടെ ബൾജായി നിൽക്കും, റോളറിന്റെ അടി കൂടി കയറാൻ പ്രയാസം വരും. പക്ഷെ സിന്തറ്റിക് റോപ്പ് അങ്ങനല്ല, നമുക്ക് ഈസി ആയിട്ട് മുടഞ്ഞ് കെട്ടാം. അവിടെ സ്പ്ലൈസിംഗ് എന്ന് പറയും, അവിടെ അങ്ങനെ ഒരു ജോയിന്റ് ഉണ്ടെന്ന് അറിയില്ല. ഇത് ഓരോരോ നാരുകളാണ്, ഇതെല്ലാം മുടഞ്ഞെടുത്ത് ബ്രൈഡ് ചെയ്യാന്ന് പറഞ്ഞ മുടയാണ്, ഇതെല്ലാം മുടഞ്ഞെടുത്താണ്. അപ്പൊ അത് പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ പിന്നെ ഇതിനെ ബ്രൈഡ് ആയിട്ട് ഇത് മുടഞ്ഞ് പഴയ പോലെ ആയി കഴിഞ്ഞാൽ സ്പ്ലൈസ് ചെയ്യാന്ന് അതിന് പറയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ജോയിന്റ് ആക്കാൻ പറ്റും. ജോയിന്റ് ആക്കി കഴിഞ്ഞാലും മെറ്റൽ റോപ്പ് ജോയിന്റ് ആക്കിയ പോലെ നല്ല ബൾജായിട്ട് ബൾക്കിയായിട്ട് നിൽക്കില്ല. ഇത് സ്പ്ലൈസിങ് എങ്ങനെ ചെയ്യാച്ചാല് ഒന്നൊന്നിന്റെ അടി കയറ്റിയാണ്ട് കോർക്കാണ് ചെയ്യുക. ഇതിന്റെ ടെൻഡൻസി വെച്ചാൽ വലിക്കുന്തോറും ഇത് ടൈറ്റ് ആവുക ചെയ്യുക. അപ്പൊ നമ്മൾ എത്രത്തോളം ഫോഴ്സ് എടുക്കണം ആ കെട്ട് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. പിന്നെ അപ്പൊ നമ്മള് ഇപ്പം വിഞ്ചുകളെ കുറിച്ച് പറഞ്ഞ്, റോപ്പുകളെ കുറിച്ച്, സ്ട്രാപ്പുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മളെ മൂന്നാമതായിട്ട് ഉണ്ടായിരുന്നത് ഷാക്കിളുകളാണ്. അതായത് നമുക്ക് റോപ്പ് ഉണ്ട് നമ്മളെ കയ്യിലിട്, അല്ലെങ്കിൽ വണ്ടി ഉണ്ട്, പക്ഷെ ഇതിനെ രണ്ടിനെയും തമ്മിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം. അത് വണ്ടിക്ക് ഡാമേജ് ഉണ്ടാവരുത്, ഈ പറഞ്ഞ നമ്മൾ യൂസ് ചെയ്യുന്ന റിക്കവറി എക്യുപ്മെന്റ്സുകൾക്ക് ഡാമേജ് ഉണ്ടാവരുത്. അത് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആക്സസറീസ് ആണ് ഷാക്കിൾസ് എന്ന് പറയുന്നത്. ഷാക്കിൾസ് മെയിനായിട്ട് നമുക്ക് മെറ്റൽ ഷാക്കിൾസും ഉണ്ട്, മെറ്റൽ അല്ലാത്ത ഷാക്കിൾസും ഉണ്ട്. അതായത് സോഫ്റ്റ് ഷാക്കിൾസ് എന്ന് പറയും. ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യണ ഷാക്കിളുകൾ. അപ്പോൾ ഷാക്കിളിന്റെ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഡി ഷാക്കിൾ, ബോ ഷാക്കിൾ എന്ന് പറയുന്നത്. ഡി ഷാക്കിൾ ബോ ഷാക്കിളാണത്. ഇതാണ് ഇതിന്റെ ബോ. ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന ടൈപ്പ് സാധനങ്ങൾക്കാണ് നമ്മൾ ബോ ഷാക്കിൾ എന്ന് പറയാം. ഇതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ബോഡിക്കകത്ത്, ഇതിന്റെ ബോഡി എന്ന് പറയും, ഇതിന്റെ പിന്ന് എന്ന് പറയും. ഒരു ഷാക്കിളിന്റെ മെയിനായിട്ട് 3 ഭാഗങ്ങളാണ്. ഇതിന്റെ ബോഡി, ഇതിന്റെ ഷോൾഡർ, ഇതിന്റെ പിന്ന്. അപ്പം ഈ ഷാക്കിളുകൾ തന്നെ 3 വിധം മെയിനായിട്ട് ഡിവൈഡ് ചെയ്യണേ 3 വിധം ഉണ്ട്. ഇതിപ്പം സ്ക്രൂ പിൻ ടൈപ്പ് ഷാക്കിൾ എന്നാ പറയാം. ഇത് ബോ ഷാക്കിളാണോ ഡി ഷാക്കിളാണോ എന്നൊക്കെ നിങ്ങൾ മറന്നാൽ ഇതിന്റെ അറേഞ്ച്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന് സ്ക്രൂ പിൻ അറേഞ്ച്മെന്റ്സ് എന്നാണ് ഇതിന് പറയാം. അതായത് ഈ പിന്നിന്റെ അറ്റത്ത് തന്നെയായിരിക്കും ത്രെഡ് വരുന്നത്. ഇത് മേറ്റ് ചെയ്യാനുള്ള ത്രെഡ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്ക്രൂ പിൻ ടൈപ്പ് ഷാക്കിളാണ്. ഇനി വേറെ ഷാക്കിളുകളുണ്ട്. അതായത് ഇത് ഇവിടെ ഇങ്ങനെ പിന്നിട്ടിട്ട് ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തൊക്കെ ഉണ്ടാവും ഈ പിന്ന്. എന്നിട്ട് ആ പിന്നിന്റെ അറ്റത്തുള്ള ത്രെഡിൽ ഇവിടെ ത്രെഡ് ഉണ്ടാവില്ല, ഇതിന്റെ ഷോൾഡറിൽ ത്രെഡ് ഉണ്ടാവില്ല. പകരം അതിന്റെ അറ്റത്ത് നെട്ടിടും. നമ്മളെ നോർമൽ നെട്ടിട്ടിട്ട് അവിടെ പിന്നിടാനുള്ള ഒരു ഹോളും കൂടി ഉണ്ടാവും. അങ്ങനത്തെ ഷാക്കിളുകൾ എവിടെ യൂസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഹൈ സേഫ്റ്റി ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഒരു കാരണവശാലും ഇത് ഊരി പോരരുത് എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസുകളിൽ അങ്ങനത്തെ ടൈപ്പാണ്. അതിന് ബോൾട്ട് ടൈപ്പ് ഷാക്കിൾസ് എന്നാ പറയാം. ഈ ഡി ഷാക്കിൾ എന്ന് പറഞ്ഞാൽ റേറ്റഡ് ഡി ഷാക്കിളുകളും ഉണ്ട്, നോൺ റേറ്റഡ് ഡി ഷാക്കിളുകളും ഉണ്ട്. അതായത് റേറ്റഡ് ഡി ഷാക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതുമ്മേൽ അതിൻ്റെ WLL എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അതായത് വർക്കിംഗ് ലോഡ് ലിമിറ്റ് എന്നാണ് അതിന് പറയാം. അതായത് ആ ഷാക്കിൾ വെച്ചിട്ട് മാക്സിമം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോഡ് എത്രയാണോ ഉള്ളത് എന്നുള്ളത് അത് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. ഇതുപോലെ എഴുതിയിട്ടുണ്ട്. WLL 4.25 ടൺ.
അതായത് 4.25 ടൺ വരെ ഇതിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു റേറ്റഡ് ഷാക്കിൾസും നോൺ റേറ്റഡ് ഷാക്കിൾസും ഉണ്ടെന്ന്. ഈ ഷാക്കിളിന്റെ പുറത്താണെന്നുണ്ടെങ്കിലും അതിന്റെ WLL, അതായത് എത്രയാണ് അതിന്റെ WLL, അതായത് ഒന്നുകിൽ SWLL എന്ന് പറയും, ഇപ്പൊ ലേറ്റസ്റ്റ് അത് സേഫ് വർക്കിംഗ് ലോഡ് ലിമിറ്റ് എന്നാണ് പറയാം, അല്ലെങ്കിൽ WLL എന്നാണ് ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്നത്. അതായത് വർക്കിംഗ് ലോഡ് ലിമിറ്റ് എന്നാണ് അതിന് പറയാം. അത് എത്രയാണെന്നുള്ളത് ഇതുമേ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇത്രയാണ് ഇതിന്റെ കപ്പാസിറ്റി എന്നുള്ളത്. അപ്പോൾ നോൺ റേറ്റഡ് ഷാക്കിൾസ് എന്ന് ചോദിച്ചു, ഇത് കൊടുക്കും. ഇതൊരു നോൺ റേറ്റഡ് ഷാക്കിളാണ്, ഇതുപോലെ ഒന്നും എഴുതിയിട്ടില്ല, ഇതിന് മേൽവിലാസം ഒന്നും ഉണ്ടാവില്ല, പൊട്ടി ആരും സമാനം പറയില്ല. അപ്പോൾ അങ്ങനത്തെ ഷാക്കിൾസ് ഒക്കെ യൂസ് ചെയ്യും. നിങ്ങൾ വാങ്ങാൻ പോകുമ്പോഴൊക്കെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. നമ്മൾ ഇപ്പൊ ഈ ഷാക്കിളിന്റെ കപ്പാസിറ്റി, ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി 4.25 ടൺ ആണെന്ന് പറഞ്ഞു. ഇതുമ്മേൽ ഇപ്പൊ നമ്മളൊരു 5 ടൺ ഇട്ട് അത് പൊട്ടി പോകുമോ? 6 ടൺ ഇട്ടാ പൊട്ടി പോകുമോ? പൊട്ടി വെക്കൂല. എപ്പോഴും സേഫ്റ്റി എന്നുള്ള കൺസെപ്റ്റില് ഇതിന്റെ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന ലിമിറ്റ് 6 മടങ്ങാണ്. അതായത് 4.25 ടണ്ണ് കപ്പാസിറ്റി ഉള്ള ഷാക്കിളിന്റെ ബ്രേക്കിംഗ് ലോഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അതിന്റെ 6 ഇരട്ടി ലോഡായിരിക്കും. 24 ടണ്ണിന് മുകളിൽ പോകും. 4.25 അത്രയും ലോഡ് വരുമ്പോഴേ ഇത് പൊട്ടുള്ളൂ. പക്ഷെ അത്രയും ലോഡിലേക്ക് ഒരിക്കലും ഒരു സാധനം ലിഫ്റ്റ് ചെയ്യാൻ ഒരു ഷാക്കിൾ ഉണ്ടാക്കുന്ന കമ്പനികളും പറയില്ല. അതിന്റെ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും 6 ഇരട്ടി ആയിരിക്കും. ഇപ്പൊ 4 ടണ്ണ് കപ്പാസിറ്റി ഉള്ള ഒരു ഷാക്കിളിന്റെ ബ്രേക്കിംഗ് ലോഡ്, അതായത് അത് പൊട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്, അത് അതിന്റെ 6 ഇരട്ടി ലോഡിലേ അത് പൊട്ടുള്ളൂ. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത്രയും 4 ടണ്ണിന്റെ മുകളിലിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും അത് സമ്മതിക്കില്ല. എപ്പോഴും സേഫ്റ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതാണ് സോഫ്റ്റ് ഷാക്കിൾ എന്ന് പറഞ്ഞ സാധനം. ഇത് ഇതേപോലെ തന്നെ ബ്രെയ്ഡഡ് സിന്തറ്റിക് റോപ്പുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഇതിന് അതിന്റെ നോസ് എന്ന് പറയും, പിന്നെ അതിന്റെ നോട്ട് എന്ന് പറയും. ഈ മുട്ടക്ക് ഇത് ലോക്ക് ചെയ്യുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് താഴോട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഇതിനകത്തേക്ക് കയറ്റിയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊരു പുള്ളിങ് ഡയറക്ഷൻ ഉണ്ട്. പുള്ളിങ് ഡയറക്ഷൻ എപ്പോഴും അത് കണ്ടില്ലേ, ഈ ബ്ലാക്ക് ഇട്ടിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഇവിടെ ഒരു ലോഡ് കൊടുക്കണം, ഇവിടെ ഒരു ലോഡ് കൊടുക്കണം. അപ്പോഴാണ് ഇത് ഇവിടെ ലോക്കായി നിൽക്കുക. ഇങ്ങനെ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഡയറക്ഷനിൽ ഒരാൾ ഫോഴ്സ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ ഇങ്ങനെ ഊരി വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതിന് എപ്പോഴും സോഫ്റ്റ് ഷാക്കിൾ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിന്റെ പുള്ളിങ് ഡയറക്ഷൻ. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ. ഇതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, ലൈറ്റ് വെയിറ്റ് ആണ്, എവിടെ വേണേലും യൂസ് ചെയ്യാം. ഭയങ്കര രസമായിട്ടുള്ള ഒരു സാധനം. നമ്മൾ വെള്ളത്തിലോ ചളിയിലോ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഷാക്കിള് മെറ്റൽ ഷാക്കിളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് വീണ് പോയാൽ അടിയിൽ ലോക്കില്ലല്ലോ. ഈ പിന്നാണെങ്കിലും ഇതിന്റെ ഇതാണെങ്കിലും ചാടി കഴിഞ്ഞാൽ വെള്ളത്തിൽ താങ്ങും. ഇത് പൊങ്ങി കിടക്കും. ഇത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏത് ചളിയിലും എവിടെ വേണേലും യൂസ് ചെയ്യാം. യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് പ്രിസർവ് ചെയ്യണം. എന്നാൽ അതിന് നല്ല ലൈഫ് കിട്ടും. ഇല്ലെങ്കിൽ ഇതിൽ കുടുങ്ങിയിട്ട് ഓരോ മണൽത്തരിയും വീണ്ടും വരഞ്ഞിട്ട് ഇതിൽ കിടക്കുന്ന ഈ ഓരോ നാരുകളും ഫെയിലിയർ സംഭവിച്ചിട്ട് ഇതാണ് സോഫ്റ്റ് ഷാക്കിൾ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ബോഷാക്കിള്, 2 ബോഷാക്കിളുകൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. 2 ബോഷാക്കിളുകൾ, ഇത് 2 ബോഷാക്കിളാണ്. ഈ 2 ബോഷാക്കിൾ നമുക്ക് ഒന്ന് ഇങ്ങനെ ജോയിന്റ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ നോർമലി കണക്ട് ചെയ്തു. ഇതിന് നമുക്ക് 2 ഷാക്കിളുകൾ കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പിന്നിട്ടു. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ലോഡ് കൊടുക്കണം. അപ്പം ഒരു വലിക്കണ വണ്ടിന്റെ ടോസ്റ്റാപ്പ് ഇവിടെയും ഒരു മറ്റേ കുടുങ്ങിയ വണ്ടിന്റെ ടോസ്റ്റാപ്പ് ഇവിടെ ഇട്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരിക്കലും ഇത് വലിക്കാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇങ്ങനെയും ഇത് വലിക്കാൻ പാടില്ല. ഇതും തെറ്റാണ്. ഇങ്ങനെ മാത്രമാണ് 2 ഡി ഷാക്കിളുകൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. D to D ഇങ്ങനെ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ ഈ 2 ഷോൾഡറുകൾ തമ്മിൽ എക്സ്പാൻഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം. സാധ്യത കൂടുക, ഫെയിലിയർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും വലിക്കരുത്. ഇങ്ങനെ ഒരിക്കലും 2 ഡി ഷാക്കിളുകൾ ജോയിൻ ചെയ്യരുത്. പിന്നെ ഇങ്ങനെ ഒരിക്കലും 2 ഡി ഷാക്കിൾ ജോയിൻ ചെയ്ത് എപ്പോഴും ഇങ്ങനെ മാത്രം
പിന്നെ ഇതിൽ ഇനി പ്രാക്ടിക്കൽ സെക്ഷനിൽ പറയാനുള്ളത് മെയിൻ ആയിട്ട് നമ്മളൊരു വണ്ടി എങ്ങനെയാണ് ബിഞ്ച് ചെയ്യണത് എന്നുള്ളതാണ്. ബിഞ്ച് ചെയ്യുമ്പോ നമുക്ക് ഈ പറഞ്ഞ സ്നാച്ച് ബ്ലോക്കിന്റെ ഉപയോഗം, സ്നാച്ച് ബ്ലോക്ക് ഞാൻ പറഞ്ഞു, ഒന്ന് പുള്ളിങ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും, രണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് ലോഡ് കുറക്കാനും, അതെങ്ങനെയാണ് കുറക്കാന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി കാണാം.